അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു വിഷു സ്പെഷ്യൽ ഡേ ആണ്. ഇതാര തന്ന് പപ്പേ? താങ്ക് യു പറഞ്ഞ പപ്പാട്. പപ്പ താങ്ക് യു പപ്പ പറയും. ഹിറ എണീറ്റ് വന്നപ്പോൾ ഞാൻ അളിയമാമൻ്റെ വക വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടി. അപ്പം ആ സന്തോഷത്തിലായിരുന്നു. ഹെയ്സും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൈപ്പത്തിരി ഇരുന്ന്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് തുളസിയുടെയും പപ്പയുടെയും വകയൊക്കെ വിഷു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം ഞാൻ അവരെ തൊണ്ടിൽ ഇടിപ്പിക്കുകയായിരുന്നു. അവരെ കൊണ്ട് തന്നെ ഇടിപ്പിക്കാറ്. സേവ് ചെയ്തിട്ടുള്ളൊരു ശീലം വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ തൊണ്ടിലിടാൻ. പിന്നെ അവരെ കുളിപ്പിച്ച് റെഡിയാക്കിയിരുന്നു. വിഷുവൊക്കെ അല്ലേ, അപ്പോൾ ഐലൈനറൊക്കെ ഒന്ന് എഴുതി കൊടുത്ത്. അത് കഴിഞ്ഞ് അടുക്കളയിൽ പോയപ്പോഴാണ് കുറേ പാത്രങ്ങൾ ഇരിക്കുന്നത്. നോക്കുമ്പോൾ അവിടുത്തെ ചേച്ചിമാർ, ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിമാർ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിയലും പായസങ്ങളും കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അവിയലാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് ഗോതമ്പ് പായസമായിരുന്നു. പിന്നെ മാങ്ങാക്കറി ഉണ്ടായിരുന്നു. പിന്നെ അവിയലുണ്ടായിരുന്നു. പിന്നെ മാങ്ങച്ചാറ്, ചെറുതാക്കി എരിഞ്ഞിട്ടുള്ളൊരു അച്ചാറാണിത്. ഉണ്ണിയപ്പം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു സൈദ മാമിയുടെ വീട്ടിലേക്ക്. എയ്സു കയറി നേരത്തെ തന്നെ റിനുവിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വിഷുവിനും ഓണത്തിനും ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുക. ഞങ്ങൾ പെരുന്നാളിന് അവരവിടെയും. അപ്പോൾ ഇത് വിഷുക്കണി ഒരുക്കിയതായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കുള്ള സദ്യ വിളമ്പല്ലായിരുന്നു സൈദ മേമ. അങ്ങനെ എല്ലാ കൂട്ടും ഉണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു. നല്ല ടേസ്റ്റുള്ള സാമ്പാറും കറികളൊക്കെ അടിപൊളിയായിരുന്നു. മൂന്ന് തരം പായസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പാലടയാണ് കുടിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.